ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം നടത്തുന്ന ശൃംഖല നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്തു. മൂവാറ്റുപുഴയിലെ എഡിസനെ NCB കൊച്ചി യൂണിറ്റ് ഇന്ന് അറസ്റ്റ് ചെയ്തു. മുഖ്യ ഇടനിലക്കാരനാണ് ഈ എഡിസൺ. 2 കൊല്ലമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുന്നുവെന്നും NCB പറയുന്നു. 24 ബിഗ് ബ്രേക്കിംഗുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്യാം, യഥാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിവരമാണ് NCB പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഡാർക്ക് വെബ് എന്ന് പറയുന്ന സങ്കീർണമായ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് മൂവാറ്റുപുഴക്കാരൻ ഈ പരസ്പരം അറിയാതെ ഉപഭോക്താക്കൾക്ക് ഈ സാധനം വിതരണം ചെയ്യുന്നു എന്ന് വരുന്നത് നമ്മളെ ഒരു തെല്ലെന്ന് ആശ്ചര്യപ്പെടുത്തുന്നു. തീർച്ചയായും, കാരണം ഡാർക്ക് വെബിലൂടെ ലഹരി കച്ചവടം നടത്തുന്നുവെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയും ആദ്യ അറസ്റ്റൊക്കെ അന്ന് മഹാരാഷ്ട്രയിലൊക്കെ നടക്കുകയും ചെയ്തതാണ്. ഇതിങ്ങി മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസൺ കഴിഞ്ഞ 2 വർഷമായി SKN ഈ ഡാർക്ക് വെബിൻ്റെ സാധ്യതകൾ, അത് നേരായ സാധ്യതകളല്ല, അതിലെ ലഹരി കച്ചവടത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ലഹരി കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളതാണ് NCB കണ്ടെത്തിയത്. 6 മാസമാണ് NCB ഈ ലഹരി ശൃംഖലയിൽ കടന്നു കയറാനായിട്ട് കാത്തിരുന്ന കൃത്യമായ തെളിവുകളോടെ ഇയാളെ പിടികൂടുന്നത്. ഇന്ന് ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് 1127 LSD സ്റ്റാമ്പുകളും 133.66 ഗ്രാം കെറ്റാമിൻ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത്. 35 ലക്ഷം രൂപയുടെ ലഹരി ഇടപാട്, അത് ക്രിപ്റ്റോ കറൻസിലായിരുന്നു ഈ ലഹരി കച്ചവടങ്ങൾ എല്ലാം ഇയാൾ നടത്തിയിരുന്നത്. ഇയാൾക്ക് ഈ സാങ്കേതിക വിദ്യയിലുള്ള അറിവാണ് അതിൻ്റെ ഒരു ദുരുപയോഗത്തിന് വേണ്ടി തന്നെ അയാൾ ഉപയോഗിച്ചത്. പ്രത്യക്ഷത്തിൽ നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ ലഹരി കച്ചവടക്കാരെ പിടികൂടുമ്പോൾ രാജ്യാതിർത്തികളോ ലോകത്തിൻ്റെ അതിർത്തികളോ ഇല്ലാതെ ലഹരി കച്ചവടം നടത്തുകയായിരുന്നു ഈ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ചെയ്തിരുന്നത്. 600-ലധികം ഷിപ്മെൻറ്റുകളാണ് ഇയാൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നടത്തിയത് എന്നുള്ളത്, അത് ലഹരിയുടെ ഷിപ്മെൻറ്റുകളായിരുന്നു എന്നുള്ളത് തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. 35 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IP അഡ്രസ്സുകൾ, അത് ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ഫേക്ക് IP അഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഇടപാടായതിനാൽ അയാളിലേക്ക് എത്താനായിട്ട് വലിയ പാടായിരുന്നു. ഇതിൽ നിന്ന് ആർക്കൊക്കെ ലഹരി വസ്തുക്കൾ വിറ്റു, ആരൊക്കെ വാങ്ങി എന്നുള്ളത് വിൽക്കുന്നവരും വാങ്ങുന്നവരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ എഡിസൺ മറയാക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN ഇത് ഡാർക്ക് വെബിൻ്റെ വിവിധ സൈറ്റുകളിൽ, വിവിധ IP അഡ്രസ്സുകളിൽ ഇയാൾ ഒരേ സമയം വിൽപ്പന നടത്തിയിരുന്നു. അതിൽ ഏറ്റവും വലിയ, രാജ്യത്ത് തന്നെ നടന്ന ഈ ഡാർക്ക് വെബ് ഇടപാടിൽ നടത്തിയ ഏറ്റവും വലിയ ഇടപാടാണ് NCB ഇപ്പോൾ പൊളിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. SKN അത് തന്നെ ഒരു മലയാളിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. കെറ്റാമെലോൺ എന്ന പേരിലുള്ള ഒരു ഡാർക്ക് വെബ് ഇടപാടിലൂടെയാണ് ഇയാൾ ഈ ലഹരി കച്ചവടം നടത്തിയിരുന്നത് എന്നുള്ളതാണ് SKN ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വസ്തുത. ഈ ശ്യാംകുമാർ, ഈ എഡിസന്റെ പിന്നിൽ മറ്റു മലയാളികൾ ഉള്ളതായി സൂചനയുണ്ടോ? SKN ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാർക്ക് വെബിലെ ഇടപാടുകൾക്ക് ഒരു പ്രദേശമോ ഒരു രാജ്യമോ ഒന്നും ഒരു തടസ്സമല്ല. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിമിനലുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഡാർക്ക് വെബിലൂടെ നടത്തുന്ന പല ഇടപാടുകളും. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിൽ ഇനി ആരൊക്കെയുണ്ട്, അതിൽ മലയാളികളുണ്ടോ, ഇനി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇയാൾ ലഹരി വസ്തുക്കൾ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിക്കുമ്പോൾ അത് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നതൊക്കെ NCB കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ കാരിയർമാരായിട്ടോ അല്ലെങ്കിൽ മറ്റിടപാടുകൾ നടത്തിയതൊക്കെ ആരാണെന്നുള്ളത് കണ്ടെത്തേണ്ടി വരും. കാരണം ഈ കേസ് തന്നെ കൊച്ചിയിലേക്ക് വന്ന ഒരു പാഴ്സലിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് NCBയെ ഈ ഇടപാടിലേക്കും ആ ഇടപാടിന് ചുക്കാൻ പിടിച്ചിരുന്ന എഡിസണിലേക്കും എത്തിച്ചത്. അയാളുടെ ഇടപാടുകൾ അത്ര ദുരൂഹമായിരുന്നു. ഇയാൾ സമ്പാദിച്ച പണം മുഴുവൻ ഈ ലഹരി ഇടപാടുകൾ വഴി ആയിരുന്നു എന്നുള്ളതാണ്. അത് എത്ര കോടികൾ വരും എന്നുള്ളതൊക്കെ ഇനി കണ്ടെത്തേണ്ട വസ്തുതയാണ്. SKN നമ്മുടെ രാജ്യത്ത് തന്നെ നടന്ന ഏറ്റവും വലിയ ഡാർക്ക് വെബിൻ്റെ ഒരു ഇടപാടാണ്, ലഹരി ഇടപാടാണ് ഇന്ന് പൊളിച്ചിരിക്കുകയും അതിൻ്റെ മുഖ്യ സൂത്രധാരൻ മലയാളിയാണെന്ന് പറയുന്നതിൽ നമുക്ക് അപമാനമുണ്ട്. എങ്കിലും അയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് SKN വലിയൊരു ഇടപാട്, ലഹരി കച്ചവടത്തിൻ്റെ ഒരു വലിയ അനന്ത സാധ്യത തുറന്നിട്ട ഇടപാടാണ് NCB ഇപ്പോൾ പിടികൂടുകയും അതിൻ്റെ മുഖ്യ സൂത്രധാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.